പ്രൈസ് ദി ലോർഡ്. സ്വാർത്ഥത്തെ ജയിക്കുന്നവരാകുക. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. എങ്കിൽ ഈ ദിവസം നമ്മുടെ വാഗ്ദത്ത വചനം 1 സാമുവേൽ 20 അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ജോനാഥനും ദാവീദും തമ്മിലുള്ള സൗഹൃദം. എനിക്ക് തോന്നുന്നത് ലോകത്തിലേക്ക് വെച്ച് നിസ്വാർത്ഥമായ ഒരു സൗഹൃദം ഇവർ രണ്ടുപേരും തമ്മിലായിരുന്നു. 1 സാമുവേൽ 20 അധ്യായത്തിൽ കാണുന്നുണ്ട് ദാവീദിനെ ഒരു കാരണമില്ലാതെ ജോനാഥൻ്റെ അപ്പനായ സൗൽ രാജാവ് വെറുക്കുന്നു. ഇതിന് പരിഹാരമായിട്ട് ദാവീദ് പലതും ചെയ്യുന്നു. എന്ത് ചെയ്തിട്ടും സൗൽ ദാവീദിനെ വെറുക്കുക. അവസാനം ഈ ദാവീദിനെ കൊല്ലുവാനുള്ള പദ്ധതി തൻ്റെ പിതാവ് രൂപപ്പെടുന്ന അറിഞ്ഞുകൊണ്ട് ദാവീദിനെ വിളിച്ചു വരുത്തി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൽ ഈ രണ്ട് സുഹൃത്തുക്കളുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും നമുക്കൊക്കെ വേദന തോന്നുന്ന നിമിഷമുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ, അപ്പനെ സ്നേഹിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ദാവീദിന് ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ വേർപിരിയുന്നുണ്ട്. ആ വേർപിരിയുന്ന നിമിഷങ്ങളിൽ ദാവീദും ജോനാഥനും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ടാറ്റ പറഞ്ഞ് പോകുന്നുണ്ട്. വ്യത്യസ്ത പ്രായക്കാരെ രണ്ടുപേരാ. എന്നിരുന്നാലും തൻ്റെ അപ്പൻ ഇടുന്ന പദ്ധതിയെല്ലാം ദാവീദിന് പകരമായി എന്നെ രാജാവാക്കണം എന്ന ചിന്ത ജോനാഥനുണ്ടെങ്കിലും അവൻ്റെ നിസ്വാർത്ഥമായ ആത്മാർത്ഥം നിറഞ്ഞ സ്നേഹം ദാവീദിനെ അറിയിക്കുന്നു. അതുപോലെ ദാവീദ് വധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വഴി പറഞ്ഞു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ യഥാർത്ഥ സൗഹൃദം ഏറെ വിലപ്പെട്ടതാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ഇത് വാഗ്ദത്ത പേടകം. ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും നിസ്വാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പം ജീവിക്കാനുള്ള ആഗ്രഹം നമുക്ക് സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. മറക്കരുത്, ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി സൗഹൃദത്തിന് ഉടമയാകുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് തടസ്സമായതെല്ലാം നമ്മുടെ ജീവിതത്തെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ശ്രാസവാന്തര നമ്മുടെ കർത്താവായ ശമിശാകരവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.